ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 38ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടേ എന്ന് നോക്കിയാലോ. നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ആ ഒരു നിമിഷം, അതായത് നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയുള്ള ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലിപ്പോൾ. കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം 2.6 മുതൽ 3.2 കിലോ ഭാരം വരെ ഉണ്ടാവാം. അതുപോലെ തന്നെ 19.6 ഇഞ്ച് നീളം ഉണ്ടാവും. ഏകദേശം താരതമ്യപ്പെടുത്തി പറയാമെന്നുണ്ടെങ്കിൽ ഒരു ചേനയുടെ വലിപ്പത്തിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി അമ്മയിൽ എന്താണ് ഈ ആഴ്ചയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. ഇടയ്ക്ക് പെട്ടെന്ന് തുടയുടെ ഇടുക്കിൽ നിന്നോ അല്ലെങ്കിൽ കാലുകളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു കൊളുത്തി വലിക്കുന്നത് പോലെ ഒരു വേദന നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്തോളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 38ാമത്തെ ആഴ്ചയിലൂടെ കടന്നുപോയ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേദന വരുന്നത് എന്തുകൊണ്ടാണ്, അത് നോർമലാണോ എന്നൊക്കെ. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദന അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയണേ കേട്ടോ. അങ്ങനെ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ തല നിങ്ങളുടെ അരക്കെട്ടിലെ താഴേക്കുള്ള പേശികളിലേക്കാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. അതായത് നിങ്ങളുടെ പെൽവിക് ഏരിയയിലേക്കാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വേദന അനുഭവപ്പെടും. അതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ഗർഭാശയമുഖം ഇങ്ങനെ തുറന്ന് വന്നിട്ട് വേണം നമുക്ക് നോർമൽ ഡെലിവറി നടക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓപ്പൺ ആവുന്നതിൻ്റെ വേദനയും ആവാം. പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും, അതായത് കുഞ്ഞ് താഴത്തേക്കും കുറച്ച് ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പെൽവിക് ഏരിയയിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, ഇതിനേക്കാളും ചെറുതായിരുന്നല്ലോ പണ്ട്, ഇപ്പോൾ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് പുറത്ത് വജൈനൽ ഏരിയയുടെ അവിടെ ഫീൽ ചെയ്യുന്ന കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് വലിപ്പം വെച്ചത് തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചലനശേഷി കുറച്ച് കുറഞ്ഞതുപോലെ തോന്നാം. കാരണം ഇനിയിപ്പോൾ നമുക്കും ചെറിയ ടെൻഷൻ ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് അതിൽ പുറത്ത് വരാവോ. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെയും കുഞ്ഞിങ്ങനെ പറയാണ്ടൊന്നും പുറത്തേക്ക് വരില്ല. നമുക്ക് അതിൻ്റേതായ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടതാണ്. ഈ സമയത്ത് പ്രസവത്തിൻ്റെ ശരിയായതും തെറ്റായതുമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എന്താണ് പ്രസവത്തിൻ്റെ നല്ല ഒരു വേദന വരുന്നത്, ലക്ഷണം എന്താണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിനി ഈ 38ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ ആദ്യ ശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്ന സമയമാണിത്. അതായത് ആദ്യത്തെ മോഷൻ പോകുന്ന ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ, അതിനെ നമ്മൾ മെക്കോണിയം എന്ന് പറയും. ആദ്യത്തെ മോഷനെ നമ്മൾ മെക്കോണിയം എന്നാണ് പറയുക. അതിൻ്റെ കളറ് പച്ച കലർന്ന കറുപ്പ് നിറമായിരിക്കും. കുഞ്ഞ് ചില സമയത്ത് മെക്കോണിയം ഗർഭപാത്രത്തിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമായിരിക്കും മെക്കോണിയം പാസ് ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ മെക്കോണിയം ഗർഭപാത്രത്തിലുള്ള സമയത്താണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത 0% ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കോണിയം പാസ് ചെയ്തിട്ട് കുഞ്ഞ് ആ പാത്തിലൂടെ പോകുമ്പോൾ മെക്കോണിയമാണ് കുഞ്ഞ് ഫസ്റ്റ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് മെക്കോണിയം കുഞ്ഞ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറയും. കുഞ്ഞിന് ഇപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ശ്വസിക്കാനായിട്ട് കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് വിരലൊക്കെ മുറുക്ക പിടിക്കാനായിട്ടും കുഞ്ഞിനിപ്പോൾ സാധിക്കുന്നതാണ്. നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ചില ഗർഭിണികൾക്ക് പ്രസവത്തിനു മുന്നോടിയായിട്ട് തന്നെ വിഷാദാവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭയം, കുഞ്ഞിൻ്റെ വരവിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, പിന്നെ ക്ഷീണം, ഉറക്കക്കുറവ്, വേദന, അസ്വസ്ഥത, ശരീരം പഴയതുപോലെ ആവോ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോഴൊക്കെ നമ്മൾ വിഷാദ അവസ്ഥയിലേക്ക് പോകുന്നത്, അതായത് ഡിപ്രഷനിലേക്ക് പോകുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളിനി കുറേ ടെൻഷൻ അടിച്ച് ആലോചിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുഞ്ഞ് വയറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കുഞ്ഞിനെ എന്തായാലും പുറത്ത് കൊണ്ടുവരണം. അല്ലാണ്ട് കുഞ്ഞിന് വയറിലാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരണം, നമ്മളൊരമ്മയായി ജീവിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരും ഡിപ്രഷനിലേക്കൊന്നും പോവാണ്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പേടി, അതുപോലെ കുറച്ച് ഡിപ്രഷൻ, അങ്ങനത്തെ വിഷാദാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കരുത്. ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഇരിക്കുക, സംസാരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണതെന്ന് നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഒരു ഭൂരിഭാഗം സ്ത്രീകളും, അതായത് ഗർഭിണിയായിരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ തൻ്റെ പങ്കാളി ഏറ്റവും കൂടുതലായിട്ട് കെയർ ചെയ്യണം, അടുത്തുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണത്. പ്രത്യേകിച്ച് ഈ ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളും പ്രസവത്തിൻ്റെ സമയങ്ങളും ഒക്കെ അവരുടെ ഒരു കെയറും ലവും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന വല്ല ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താണ്, നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, ലീവ് ഇല്ലെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾ വരാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഉണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് അതിന് പറ്റിയ കെയറും എല്ലാം കൊടുക്കുക. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭർത്താക്കന്മാരും ഈ കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യവും കരുതലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളും എല്ലാം നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരമാവധി ഭാര്യയുടെ ഒപ്പം തന്നെ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 38ാമത്തെ ആഴ്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ആഴ്ചയിൽ എന്തൊക്കെയാണെന്നുള്ളത് വൈകാണ്ട് വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ